നമുക്കൊരു ഈസി പുഡിംഗ് ഉണ്ടാക്കിയാലോ? 5 രൂപയുടെ ബൂസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. വേറെ ലെവൽ ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പുഡിംഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചൈന ഗ്രാസ് കുതിർന്ന് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയത്താവും. അപ്പോൾ ഈ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. 125 ml പാക്കറ്റ് പാലാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ പാല് നമ്മൾ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് കേട്ടോ ചേർത്തത്. ഇനി പഞ്ചസാരയും മിൽക്ക് മെയ്ഡും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി, മിൽക്ക് മെയ്ഡൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ എടുത്തത്. ബൂസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ആക്കി എടുക്കണം. പിന്നെ 1/2 ലിറ്റർ പാലൊക്കെ എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് മതി കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ആ സമയത്ത് നമ്മൾ പഞ്ചസാര ഒന്ന് കുറച്ചാൽ മതി. ഇത് ഒരു പാക്കറ്റിന് അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ പാല് ചൂടായതിന് ശേഷം ഞാൻ കുറച്ചാണ് കേട്ടോ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസും ബൂസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് ചൂടാക്കുകയാണ് കേട്ടോ നല്ലത്. തിളപ്പിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ ചൈന ഗ്രാസ് മെൽറ്റാതെ കിടക്കുന്ന തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുമിളയൊക്കെ കാണുന്നില്ല, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുഡിങ് സെറ്റായി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുമ്പളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കണം. അപ്പോൾ ചൂടോട് കൂടിയല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ കഴിക്കാട്ടോ. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ്. അപ്പോൾ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൊണ്ട് നമുക്ക് നല്ല കിഡിലൻ ഫ്ലേവറിലുള്ള പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.